മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം 2025 മുതൽക്ക് വളരെയധികം നന്മ തിന്മകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു വർഷം തന്നെയാണ്. കാരണം ഒരുപാട് ഗ്രഹങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ തന്നെ ശനിയുടേതായ മാറ്റം 10ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2.5 വർഷക്കാലം ശനി ഭഗവാൻ തൊഴിൽ ഭാവത്തിൽ നിങ്ങൾക്ക് നല്ല ഫലം പ്രദാനം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ മാർച്ച് 29-ാം തീയതി മാറിയ ശനി ഭഗവാൻ നിങ്ങൾക്ക് അടുത്ത മാസം 29-ാം തീയതിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും അത് നടക്കില്ല. പക്ഷേ നിങ്ങളുടേതായ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വലിയ തോതിലുള്ള മുൻതൂക്കം നൽകി നിങ്ങളെ മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നിലവിൽ ഈ സമയം ഒക്കെ തന്നെ നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് സഞ്ചാരം നടക്കുക. ഒരു മാറ്റവുമില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് മുന്നിലേക്ക് പോവുക. കാരണം ഇപ്പോൾ ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 29-ന് ശേഷം ഏപ്രിൽ മാസം 20-ാം തീയതി വരെയും നിങ്ങൾക്ക് ആ ഒരു പഴയ രീതി തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇനിയാണ് നിങ്ങൾക്ക് ഒരു മാറ്റമൊക്കെയും സംഭവിക്കാനുള്ള ഒരു കാലം വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഈ വരുന്ന മെയ് മാസം വ്യാഴൻ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വ്യാഴനും രാഹുവും കേതുവും ഈ 2 ഗ്രഹങ്ങളും കൂടി മാറി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നല്ല ഫലം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുക. ഒരു വ്യക്തിയുടേതോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കുടുംബ ഈശ്വരൻ്റേതൊക്കെ ഉള്ളൊരു അദൃശ്യമായ സാന്നിധ്യങ്ങളും ഒരു സഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്ന ചിന്താഗതിയൊക്കെ മാറുന്നു. കാരണം എന്തിനാണ് ഇത്രയും കാലം ജീവിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല, ആർക്കൊക്കെ നന്മകൾ ചെയ്തിട്ടും ഒരു ഉപയോഗവുമില്ല, വെറുതെ ഒരു ജീവിതം, വെറുതെ ഒരു ജന്മം എന്ന ചിന്താഗതിയൊക്കെ മാറാൻ പോകുന്ന കാലം തന്നെയാണ് 100% ഇതങ്ങനെ തന്നെ. ഇപ്പോൾ ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി ഈ വ്യാഴൻ്റേതായ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുമോ എന്നുള്ളൊരു ഫലത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫലം പൊതുവായിട്ട് പറഞ്ഞാൽ ഇവിടെ വ്യാഴൻ എപ്പോഴും എവിടെ വന്നാലും അദ്ദേഹം നല്ല ഫലമാണ് പ്രദാനം ചെയ്യുക. കാരണം ഒരു ഗുരു ഉപദേശത്തോടു കൂടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രാപ്തമായ മനസ്സ് നമുക്ക് പ്രാപ്തമാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ജന്മഗുരുവായിട്ടാണ് വരുന്നത്. ജന്മത്തിലെ ഗുരുവിൻ്റേതായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുവാനുള്ള ഒരു മനോഭാവം അവിടെ തരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം പെട്ടെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരല്പം കാലതാമസം എടുത്ത് പോകുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ തന്നെ ഒരു പ്രീപെയ്ഡായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കാരണം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താൽ അത് പെട്ടെന്ന് തീർക്കണമെന്നുള്ള മനോഭാവത്തോടുകൂടി അതിൽ ആർജവമായ ഒരു മനോഭാവം കൊടുത്ത് അത് ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചില സന്ദർഭങ്ങളിൽ ഈ ഗുരുവിൻ്റേതായ ഒരു പ്രവർത്തനം കൊണ്ട് തനിക്ക് താൻ തന്നെ തടസ്സമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതായത് ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ ആ വ്യക്തി തന്നെ തടസ്സമായി വരുന്ന ഒരു സാഹചര്യം, അതായത് ചെയ്യുന്ന ആളിന് തന്നെ മനസ്സിനൊരു ദുഃഖാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം, എന്തിന് പതുക്കെ ചെയ്യാം, ഇപ്പോൾ ചെയ്തിട്ടും വലിയ കാര്യമില്ല എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം ഗുരു ഭഗവാൻ അവിടെ നൽകും. പലപ്പോഴും തന്നെ ഒരു ഉൾഭയമൊക്കെയും ഈ ഗുരു അവിടെ പ്രാപ്തമാക്കും. കാരണം ആകപ്പാടെ ഒരു വല്ലാത്ത മാനസിക വിഷമം. കാരണം ഇവരെക്കുറിച്ചിട്ട്, മിഥുനം രാശിക്കാരെ കുറിച്ചിട്ട് ആരും ഇവരെ കുറ്റം പറയാനായിട്ട് ഇവർ ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഉൾദുഃഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു മനോഭാവം വരില്ല. അപ്പോൾ ഗുരു, അതായത് നന്മ ചെയ്ത് നമുക്ക് ഉപദേശങ്ങളൊക്കെ തന്ന് നമുക്ക് നല്ല വഴിക്ക് നയിക്കേണ്ട ഗ്രഹം നമ്മളെ എല്ലാ കാര്യത്തിലും ഡിലേ ആക്കി വയ്ക്കുന്ന സാഹചര്യത്തെ മുൻകൂട്ടി നിങ്ങൾ കാണണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ ജന്മഗുരു വന്ന് നിൽക്കുന്ന സ്ഥാനത്തെക്കുറിച്ചിട്ടാണ്. അതായത് മിഥുനം രാശിയിൽ വന്ന് നിലകൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്താഗതി പ്രാപ്തമാകുന്നത്. പക്ഷേ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു വ്യാഴൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന സ്ഥാനങ്ങൾക്കാണ് യാഥാർത്ഥ്യമായ ഒരു നല്ല ഫലം നൽകുവാനായിട്ട് കഴിയുക. ഇപ്പോൾ ഇവിടെ മിഥുനം രാശിയിലിരുന്നു കൊണ്ട് തന്നെ 5-ാം ഭാവം, അതുപോലെ തന്നെ 7-ാം ഭാവം, 9-ാം ഭാവം, ഇങ്ങനെ 3 ഭാവങ്ങളിലാണ് അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായും 7-ാം ഭാവമാണ് മുൻതൂക്കമായിട്ട് വരിക. 5, 9 ഭാവങ്ങൾക്ക് പ്രത്യേക ദൃഷ്ടി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഈ 3 ഭാവങ്ങൾക്കും തന്നെ ഒരേ ഫലം തന്നെയായിരിക്കും അവിടെ നൽകുക.
അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പുത്രസ്ഥാനമാണ്. അതുപോലെ തന്നെ പൂർവ്വ പുണ്യസ്ഥാനവുമാണ് ഈ അഞ്ചാം ഭാവമായിട്ട് കണക്കാക്കുന്നത്. ഏഴാം ഭാവത്തെ കൊണ്ട് നോക്കുമ്പോൾ ഏഴാം ഭാവം ഭാര്യാസ്ഥാനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നമ്മൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതായത് ഈ ഭാര്യാഭർത്തൃ ബന്ധവും പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. എന്നാലും തൊഴിൽപരമായ രീതിയിലും കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധത്തെ കൂടി നമുക്ക് കണക്കാക്കാം. തൊഴിൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ വരുത്തുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ഉപദേശകൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബാങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ലഭിക്കുന്ന സാഹചര്യം. അപ്പോൾ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് വഴി എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് ഈ ഒരു സ്ഥാനത്തെ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഒൻപതാം ഇടമായിട്ട് കണക്കാക്കുന്നത് ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ തൊഴിൽപരമായ മുന്നേറ്റങ്ങളും കുടുംബപരമായ മുന്നേറ്റങ്ങൾ, കുടുംബ അന്തരീക്ഷത്തിലുള്ള വലിയ സന്തോഷങ്ങൾ, കുട്ടികൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലെ സന്തോഷങ്ങൾ, നമ്മൾക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അവിടെ ഒരു നല്ല കാര്യങ്ങൾ ശുഭകരമായി സംഭവിക്കുക, കുടുംബത്തിൽ വിവാഹമൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ശുഭകരമായി വരിക. അപ്പോൾ അവിടെ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഈ ഭാഗ്യത്തിൻ്റേതായ ഒരു അടിസ്ഥാനം കൂടി അവിടെ വരുന്നത്. അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് വളരെ അധികം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റങ്ങൾ കൂടി വരുമ്പോൾ, ഇപ്പോൾ രാഹു എന്ന ഗ്രഹം വന്നിട്ട് നിങ്ങൾക്ക് ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതും നല്ല ഫലത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. കാരണം ഇവർ നൽകില്ല, ഉള്ളതിനെ കെടുത്ത് വിട്ടിട്ട് ഇല്ലാത്തതിനെ അവിടെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ കേതു രാഹു എന്നീ ഗ്രഹങ്ങൾ ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ ഗുരു നമ്മുടെ മനോഭാവത്തെ മൗഢ്യമാക്കുമെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു ഡിലേ ഉണ്ടാക്കി വെച്ച് നമുക്കവിടെ തടസ്സമുണ്ടാക്കി ഉള്ളതിനെ നമുക്ക് അവിടെ ഇല്ലായ്മയാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് നമുക്ക് നന്മ ചെയ്യാനായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ കാലതാമസങ്ങളൊക്കെ വരുത്തുമ്പോൾ അവർ നമ്മൾ പിണങ്ങി പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒരു തൊഴിൽ ലഭിച്ചാലും വളരെ ഫാസ്റ്റായി വേഗത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ഒരു മനോഭാവം വരികയും കൃത്യമായി, അതായത് ഒരു കോൺട്രാക്റ്റ് വർക്ക് നിങ്ങൾ എത്ര ദിവസത്തിന് 10 ദിവസത്തിൽ തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ കൃത്യമായും അതിൻ്റെ പണം വാങ്ങുക, 5 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വരണം. ബാക്കി 5 ദിവസം നമ്മൾ ഫ്രീ ടൈം ആയിരുന്നാൽ തന്നെയും ആ ഒരു സാഹചര്യം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഡിലേ വരുത്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇല്ലായ്മ ചെയ്തു പോകുന്ന സാഹചര്യം, അത് കേതു അങ്ങനെ ഒരു പ്രഭാവം നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കി എന്തും ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കുവാനുള്ള ഒരു മനോഭാവം വേണം. അതായത് 100% ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ആവണം ഇടപെടേണ്ടതെന്നാണ്. ഇവിടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇടപെടുമ്പോൾ നമുക്കിപ്പോൾ രാഹു കേതു വരുമ്പോൾ അവിടെ കുറച്ച് നമുക്ക് അല്പം അലയാനായിട്ടുള്ള സാഹചര്യം, അതായത് ഇന്ന് കിട്ടേണ്ട ഒരു തൊഴിൽ നമുക്കൊരു 5 ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ കിട്ടുന്ന സ്പോട്ട് തുടങ്ങി നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാനുള്ള മനോഭാവം കൃത്യമായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു അലച്ചിൽ വന്നാലും അവിടെ അത് സക്സസ് ആകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഒരു 5 ദിവസം കൊണ്ട് 10 ദിവസത്തെ ജോലി 5 ദിവസം തീർത്താൽ നമുക്ക് 5 ദിവസം നമുക്കൊരു അല്പം അലയേണ്ട സാഹചര്യം നമുക്ക് 6ാമത്തെ ദിവസം ഗുണമായി മാറുമെന്നുള്ള ചിന്തയാണ് ഞാനിവിടെ നൽകുന്നത്. വ്യാഴൻ്റെ ഭാവത്തെ വച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് എങ്കിൽ തന്നെയും ഈ ഒരു ഡിലേ ഉണ്ടാക്കി വയ്ക്കുന്നത് മറ്റാരുമല്ല, ശനി ഭഗവാനാണ്. കാരണം വളരെയധികം സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം വളരെയധികം വാച്ച് ചെയ്യുമെന്നാണ്. നമ്മൾ ഏത് കാര്യത്തിലൊരു കാലതാമസം ഉണ്ടാക്കുന്നുവോ അവിടെ അദ്ദേഹം നമുക്ക് പൂർണ്ണമായും ആ വർഷങ്ങൾ മുഴുവനും തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങൾ കൊണ്ട് എല്ലാം ഡിലേ ആക്കി വയ്ക്കും. അപ്പോൾ ഈ ശനി ഭഗവാന്റെ പ്രഭാവത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, 29ാം തീയതിക്ക് ശേഷം ഇതുവരെയും ഒരു മുന്നേറ്റങ്ങളും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ശനിയാണ്, നിങ്ങളുടെ മനോഭാവത്തെ പരീക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അതിന് വളരെയധികം മുൻതൂക്കം കൊടുക്കണം. ഒരു പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഉപാസന ചെയ്യുന്നു, എന്ത് കാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവിടെ മനോഭാവത്തിൽ ഇവിടെ ഒരു ഡിലേ ഉണ്ടാക്കും. കാരണം ഒന്നും തരാതെ നിർത്തുന്ന സാഹചര്യം ഇവിടെ ശനി ചെയ്യും. കാരണം ഒരു ദൈവങ്ങളും അനുകൂലമല്ലാത്ത സാഹചര്യം ഇവിടെ ശനി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ലല്ലോ, ഒരു ഉപയോഗമില്ലെന്ന് തോന്നും. പക്ഷേ ഇവിടെ ശനി മനസ്സിനെ പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കണം. എങ്കിലേ അടുത്ത 2.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം 10ൽ ശനി ഭഗവാൻ ഇരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ തൊഴിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും, പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. അതിനെ മുന്നിൽ കണ്ടു വേണം ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. കുറേ കാലമായിട്ട്
അഷ്ടമശനിയും അതുപോലെ തന്നെ കണ്ടകശനിയും ഒക്കെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു വന്ന, ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്ന, ഒരുപാട് ദുഃഖാവസ്ഥ, അത് കുടുംബം പോലും നിങ്ങൾ ഉപേക്ഷിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിൽ പറയുകയും വേണ്ട, തൊഴിലുകൾ ഇല്ലാത്ത സാഹചര്യം തന്നെയാണ്. 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ അധ്വാനം തിന്നവരൊക്കെ തന്നെ നിങ്ങളെ അനുകൂലിച്ച് നിന്നവർ തന്നെയാണ്. അതായത് നിങ്ങൾ ആർക്ക് ചെയ്തുവോ അവരുടെ നിന്ന് തിന്മകളുണ്ടായി. അത് ഈ പറഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ കാലം ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഗുരു ഭഗവാൻ നിലകൊണ്ട സ്ഥാനം വന്നിട്ട് 12ാം ഭാവമായ നഷ്ടങ്ങളുടേതായ ആ ഒരു സ്ഥാനത്തേക്കാണ് നിന്നത്. അപ്പോൾ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാത്ത സാഹചര്യം, അത് ബാധ്യതകൾ ഉണ്ടാക്കി കൂട്ടി വയ്ക്കുന്ന സാഹചര്യം, അതിൻ്റെ പേരിൽ പിണക്കങ്ങൾ, തർക്കങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ ഈ 12ാം ഭാവത്തിൽ നിന്ന ഗുരുവാണ് അവിടെ അതിൻ്റേതായ നഷ്ടങ്ങൾ. കാരണം എന്തും നമുക്ക് എവിടെ ഒരു ഉപദേശം കേട്ടാലും അതെല്ലാം തിന്മയായി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ഗുരുവായ വ്യാഴൻ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം, അതായത് ഈ വരുന്ന മെയ് മുതൽക്ക് പിന്നിലേക്കുള്ള മെയ് 2024 മെയ് മാസം മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലം എടുക്കുകയാണെങ്കിൽ യാതൊരുവിധ നേട്ടങ്ങൾ 10 പൈസ പോക്കറ്റിലില്ലാത്ത സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജന്മത്തിൽ വന്നു നിന്നുകൊണ്ട് ദൃഷ്ടി പതിപ്പിക്കുന്ന സ്ഥാനങ്ങളൊക്കെയും വളരെ നന്മകളാണ് അവിടെ നൽകുന്നത്. അപ്പോൾ അടുത്തു വരുന്ന കാലങ്ങളും അതിന് അടുത്ത വർഷം അദ്ദേഹം കുടുംബസ്ഥാനമായ 2ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു ബേസിക് സ്റ്റാൻഡാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിലെ ദൃഷ്ടിയൊക്കെ നമുക്ക് നല്ല ഫലം പ്രദാനം ചെയ്യും. സ്വന്തം വാക്കുകൾക്ക് വലിയ തോതിലുള്ള വില കൽപ്പിക്കുന്നവരാണ് മിഥുനം രാശിക്കാർ. കാരണം ഇന്ന് ഒരാളിൽ നിന്നും ഒരു 100 രൂപ വാങ്ങിയാൽ 100 രൂപ തരുമോ എന്ന് ചോദിച്ച് വാങ്ങി നാളെ തരാം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അവർക്കുണ്ടാകുന്ന ആ മാനസിക വെപ്രാളം വെറും 100 രൂപയായിരിക്കും. പക്ഷേ അവരുടേത് മാനസികമായ വെപ്രാളം വല്ലാത്ത ഒരു തന്നെയാണ്. കാരണം വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു മനോഭാവം. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ വളരെ അധികം ദുഃഖാവസ്ഥ നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന സമയമായോ, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത, തീർച്ചയായിട്ടും ആ ചിന്തയൊക്കെ ഉപേക്ഷിക്കുക. നല്ല കാലം ആരംഭമായിരിക്കുന്നു. അതിന് നമ്മൾ വേഗം കൂട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ട്. കാരണം അച്ഛനായ രീതിയിൽ ഒരു കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം. എന്നാൽ താങ്കളുടെ ദുഃഖങ്ങൾ ആർക്കും തന്നെ കാണാനും താല്പര്യമില്ല. അത് പെണ്ണുങ്ങൾ, അതായത് ഒറ്റയ്ക്ക് ഈ രാശിയിലുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ഒറ്റയ്ക്ക് ഒരു കുടുംബം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദുഃഖം അവരിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഇവിടെ ഈ മെയ് മാസം വരെ നിങ്ങളൊന്ന് കരുതലോടുകൂടി ഇരിക്കുക. മനസ്സിനെ വേഗം കൂട്ടി എനിക്ക് വഴിയുണ്ട് എന്ന് ചിന്തിക്കുക. ഗ്രഹങ്ങൾ എവിടെയോ ഇരുന്ന് കൊള്ളട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട. മനസ്സിനെ വേഗം കൂട്ടുക. കാരണം വ്യാഴനാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം എപ്പോഴും മനസ്സിന് എടുത്തുകൊണ്ടേയിരിക്കുക. കാരണം എൻ്റെ മുന്നിൽ ആരോ ഉണ്ട് എനിക്ക് സഹായിക്കാനായിട്ട് ചിന്ത മുന്നിലേക്ക്. ദൈവങ്ങൾ എവിടെയോ ഇരുന്നോട്ടെ, അതും നിങ്ങൾ കണക്കാക്കണ്ട. രാശിഘട്ടങ്ങൾ എവിടെയും ഇരുന്നോട്ടെ, അത് കണക്കാക്കണ്ട. പക്ഷേ നിലവിലുള്ള ഈ സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അടുത്ത 2.5 വർഷം വളരെയേറെ വിലപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും. എന്നാൽ നിങ്ങൾ ഈ മെയ് മാസം 18-ാം തീയതിയോടുകൂടി രാഹുവിൻ്റേതായ മാറ്റവും കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയകരമായും നിങ്ങളുടെ മക്കളുടെ പഠിത്തം, അതായത് ഇപ്പോൾ പഠിത്തമൊക്കെ നിന്ന് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ അഡ്മിഷനൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫലം ലഭിക്കും. ജോലി ഇല്ലാതെ, പഠിച്ചിട്ട് കുറേ വർഷമായി ജോലി ഇല്ലാതെ നിൽക്കുകയാണോ മക്കൾ, അവർക്കുള്ള ജോലി തീർച്ചയായിട്ടും ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിഥുനം രാശിക്കാർക്ക് സംഭവിക്കും. ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് പുണർതം, അതുപോലെ തന്നെ തിരുവാതിര. ഇവർക്ക് 2 പേർക്കും എങ്ങനെയായാലും നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗുരു ഭഗവാനെ പ്രാർത്ഥിക്കണം. അതായത് ഹിന്ദുക്കളായിട്ടുള്ളവരാണെങ്കിൽ ഗുരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ, യോഗീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയേറെ നന്മ ലഭിക്കും. കാരണം അത് ഗുരുവാണ്, നമ്മുടെ പാരമ്പര്യമായ ആചാര്യന്മാരുടേതായ ഒരു സ്ഥാനമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മറ്റുള്ള മതവിശ്വാസത്തിലുള്ളവരൊക്കെ അതാത് മതങ്ങളിലുള്ള പൂർവികമായ ഗുരുക്കന്മാരെ മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അവിടെ നല്ല ഫലം പ്രദാനം ചെയ്യും. അപ്പോൾ തിരുവാതിര പുണർവം അവർക്കൊക്കെ സക്സസ് ആണ്. കോർട്ട് കേസ് വഴക്കുകൾ, കോടതി സംബന്ധപ്പെട്ട കുടുംബ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ 100% അതൊക്കെ ഈ മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം തീർന്നു കിട്ടും. അതായത് ഒന്നും വേണ്ട, നമുക്ക് ജീവിതമേ വേണ്ട എന്ന് അടിച്ചു പിരിഞ്ഞവർ പോലും ഒന്നിച്ചു ചേരുന്ന സാഹചര്യം അവിടെ ഉണ്ടാവും. അതുപോലെ വസ്തു സംബന്ധപ്പെട്ട കേസുകളൊക്കെ കോടതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ
കേസ് സംബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തീർപ്പാകും. അതായത് ഒരു തല്ല് കേസ് ഉണ്ട്, ഒരു വഴക്ക് കേസുണ്ട്, അതൊക്കെ തന്നെ കോടതിയിൽ ഉണ്ടെങ്കിൽ അവിടെ ഒത്തുതീർപ്പാവുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. ഏതൊരു കാര്യം അത് സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ചിലരൊക്കെ തന്നെ വിവാഹമൊക്കെ മുടങ്ങി ഇരിക്കുന്നവർക്ക് വിവാഹം നടക്കും. അതേപോലെ തന്നെ രണ്ടാമതൊരു വിവാഹമൊക്കെ ആലോചിക്കുന്ന തിരുവാതിരക്കാരൊക്കെയാണ്. പുണർന്നക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയൊന്നും വരാനുള്ള സാധ്യതകളില്ല. കാരണം ഉള്ളത് എങ്ങനെയായാലും തല്ലിയാണെങ്കിൽ അത് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും. അത് തിരുവാതിര അങ്ങനെയല്ല, അവർ പിണങ്ങി മാറുന്ന സാഹചര്യം. അവർക്ക് രണ്ടാമതൊരു വിവാഹത്തിനുള്ള സാഹചര്യമൊക്കെ തെളിയുന്ന കാലഘട്ടം കൂടിയാണ്. തെളിയുന്നതെല്ലാം നടക്കുന്ന കാലഘട്ടം തന്നെയാണ്. ചിലപ്പോൾ ആദ്യത്തെ ബന്ധം തന്നെ വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും വരാം. അപ്പോൾ മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം. തൊഴിലിടങ്ങളിൽ വേഗത കൂട്ടണം. അനാവശ്യമായി ആരോടും സംസാരിക്കാനായിട്ട് പോകരുത്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലയ്ക്ക് അവിടെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെയധികം നല്ല കാലമാണ്. അവർക്കൊക്കെ മുന്നേറ്റങ്ങളും അധികാര പദവികളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ നിങ്ങൾക്ക് ഹയർ പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അധികാരികളിൽ നിന്നും ശാസന കേൾക്കേണ്ട കാലങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ശാസന കേട്ടാലും മൗനം പാലിക്കുക. കാരണം അവർ തന്നെ പിന്നീട് നിങ്ങളോട് പറയും, സോറി അത് പറയേണ്ടി വന്നു, താങ്കളത് ചെയ്തിട്ടല്ലേ. ശരി സാർ, സോറി സാർ, ഞാനത് മനസ്സിലാക്കാതെ പോയി, തെറ്റ് തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റില്ലായിരിക്കും, ശരി അങ്ങയുടെ ഇതങ്ങനെയാണ് എന്ന രീതിക്ക് നമ്മൾ സംസാരിച്ച് മുന്നിലേക്ക് അവിടെ നിങ്ങൾക്ക് അതിനും മുകളിലുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ എടുത്തടിച്ച് പറയുന്ന വാക്കുകൾ തിരിച്ചടിക്കും. ശനി അവിടെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരും. ശനി അങ്ങനെയാണ്. എവിടെ നമ്മുടെ മനോഭാവത്തിന് വേദന ഉണ്ടാക്കുന്നുവോ അവിടെ ശനി നമ്മളെ ഒന്ന് പരീക്ഷിക്കുകയും ഓപ്പോസിറ്റ് സൈഡിനെ എഫക്റ്റ് ചെയ്ത് കേതുവും കൂടെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കേതു സപ്പോർട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അവിടെ ഉന്നത പദവി ശനി അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ശനി, വ്യാഴൻ, രാഹു, കേതു എന്നിങ്ങനെയുള്ള 3 ഗ്രഹങ്ങളും സപ്പോർട്ടീവ് രീതിയാക്കണമെങ്കിൽ മനോഭാവത്തിൽ വ്യത്യാസം വേണം. ശനിയുടെ ഭാവം അനുസരിച്ച് ജീവിതത്തിൻ്റെ രീതി ഒരല്പം വേഗം കൂട്ടണം. തൊഴിൽപരമായ ഇടങ്ങളിൽ അല്പം വേഗത കൂട്ടി പെട്ടെന്ന് തീർക്കാനുള്ള ഒരു മനോഭാവം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ കേതു രാഹു വരുമ്പോൾ ഒരല്പം അലച്ചിൽ തരുന്ന സമയം, അത് 2 ദിവസം നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ സമയം നമ്മൾ അലയുന്നത് അടുത്ത ദിവസം വിജയത്തെ പ്രാപ്തമാക്കി തരും. ഇതാണ് ഈ നടക്കാൻ പോകുന്ന കാലഘട്ടം. അല്ലാതെ വന്ന ഉടൻ ഒരു കാര്യം നടക്കണമെന്ന് വെച്ചാൽ ശനി തരില്ല, ഒരിക്കലും തരില്ല. 2.5 വർഷ കാലത്തിനുള്ളിൽ മാത്രമേ ശനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ നിലവിൽ കാണുന്ന രാശി ഘട്ടങ്ങൾക്കുള്ളിൽ, അതായത് ഇപ്പോൾ മിഥുനം രാശിക്കുള്ളിൽ വ്യാഴൻ്റെ ആ ഒരു ജന്മജാതകത്തിലുള്ളവർക്ക് ആ ഒരു ഈ പറയുന്ന ഫലം കൃത്യമായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ 10ാം ഭാവമായി എടുത്ത് ശനി നിലകൊള്ളുകയും ചെയ്യുന്ന ജാതകത്തിൽ കൃത്യമായും ഇത് വർക്കൗട്ട് ചെയ്യും. 9ാം ഭാവത്തിൽ രാഹു ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ കേതു ഉള്ളവർക്കും ജന്മജാതകത്തിൽ കേതു ഉള്ളവർക്കും ഇത് കൃത്യമായിട്ടും വർക്കൗട്ട് ചെയ്യും. മറ്റുള്ളവർക്കൊക്കെ തന്നെ ഒരു 70% നന്മ പ്രതീക്ഷിക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ 30% ജാതക രീതിയായുള്ള ഇതനുസരിച്ച് മാത്രമായിരിക്കും അതിൻ്റേതൊരു ഫലം പ്രാപ്തമാകുക. എന്നാലും ശനി 10ൽ രാശിക്ക് 10ൽ നിലകൊള്ളുന്നത് കൊണ്ട് തൊഴിലിടത്തിൽ എല്ലാം വേഗത ഉണ്ടാക്കിയെടുക്കണം. 100% നന്മകളുണ്ടാവും എല്ലാവർക്കും.